ഹലോ, കഴിഞ്ഞ ദിവസം ഒരു ലൈവില് നമ്മൾ HSAയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം വിവിധ ജില്ലകളിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണത്തെ സംബന്ധിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ കമന്റിനകത്തൊക്കെ വന്ന ഒരുപാട് പേര് എൻക്വയറി നടത്തിയ ഒരു കാര്യം HSST സംബന്ധിച്ചുകൊണ്ട് HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലും HSST ഫിസിക്സിലും എത്ര പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കാമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് രണ്ട് കാറ്റഗറികളിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നു. ഒന്ന് സീനിയർ പോസ്റ്റും മറ്റൊന്ന് ജൂനിയർ പോസ്റ്റും. അതിൽ സീനിയർ പോസ്റ്റിൽ 26 ഒഴിവുകളായിരുന്നു നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേക്ക് 1052 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജൂനിയർ പോസ്റ്റിലേക്ക് 5 ഒഴിവുകളായിരുന്നു പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 893 പേര് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 1945 പേരാണ് HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇതൊരു പുതിയ എക്സാമാണ്. ശരിക്കും പറഞ്ഞാൽ യോഗ്യതയൊക്കെ പുനർനിർണ്ണയിച്ചിട്ട് നടക്കുന്ന പുതിയ എക്സാമാണ്. അതിലേക്ക് ഈ രണ്ട് കാറ്റഗറികളിലായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന 1945 പേരാണ്. HSST ഫിസിക്സിനെ സംബന്ധിച്ചുകൊണ്ട് 4526 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം HSAയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. HSSTയെ സംബന്ധിച്ച് സ്റ്റേറ്റ് ലെവലാണ് ഇതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതും എക്സാം നടത്തുന്നതൊക്കെ. സ്റ്റേറ്റ് ലെവലായിട്ടുള്ള ഒരു എക്സാം എന്ന നിലയ്ക്ക് തന്നെ HSSTയുടെ ആപ്ലിക്കൻസിൻ്റെ എണ്ണത്തിൽ മറ്റേ HSA ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. കാരണം ഹയർ സെക്കൻഡറി ലെവൽ എക്സാമാണ്. സെറ്റ് എഴുതിയവർക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ PG B.Edും സെറ്റോ അല്ലെ M.Ed ഒക്കെ ഉള്ളവർക്ക് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ എണ്ണവും HSA സംബന്ധിക്കുന്നിടത്തോളം കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്ന് കാണാൻ പറ്റും. എനിവേ HSA HSST കോഴ്സുകൾ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും എൻട്രിയിൽ മുമ്പോട്ട് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ എൻട്രിയിലെ കോഴ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് HSST HSA കോഴ്സുകൾക്ക് ഭാഗമായി പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ എക്സാം എഴുതണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രിയുടെ ക്ലാസ്സുകൾ വലിയ ഉപകാരപ്രദമായിരിക്കും. എല്ലാ വിഷയങ്ങളുടെയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. HSAയുടെ ഒക്കെ സ്പെഷ്യൽ ബാച്ചുകളും കാര്യങ്ങളെല്ലാം ഇതിനോടനുബന്ധിച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഭാഗമാവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് 1945 പേരും HSST ഫിസിക്സിന് 4526 പേരുമാണ് കേരളത്തിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. HSA സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ലൈവിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. HSTയിലെ 6 വിഷയങ്ങളിലായിട്ട് 71,829 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകളുള്ളത് ഫിസിക്കൽ സയൻസിലാണ്. ആ കാര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര്, അതിപ്പോൾ മാത്സ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. പിന്നീട് തിരുവനന്തപുരം, അതേപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് പോലുള്ള ജില്ലകളിലൊക്കെ ആപ്ലിക്കൻസിന്റെ എണ്ണം താരതമ്യേന കൂടുതലാണെന്ന് കാണാൻ പറ്റും. സെൻട്രൽ കേരളയിൽ, മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെ താരതമ്യേന, ആലപ്പുഴയും പത്തനംതിട്ടയൊക്കെ താരതമ്യേന കുറവ് ആപ്ലിക്കൻസേ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിവേ നിങ്ങൾ ഏത് ജില്ലയിലാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ HSST ആണെങ്കിൽ HSA ആണ്, നിങ്ങൾ ഏതാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കുക. നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു കാലത്താണ് നമ്മൾ പഠനവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. കൊണ്ട് തന്നെ വെറുതെ പോയിട്ട് എഴുതിയെടുക്കൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സിലബസ് അറിഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ HSA സംബന്ധിച്ചും ടീച്ചിങ് എക്സാമുകളെ സംബന്ധിച്ചും ടീച്ചിങ് മേഖലയിൽ ഉണ്ടാകുന്ന സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് നമുക്കൊപ്പം സഞ്ചരിക്കുക. എല്ലാ അപ്ഡേഷൻസും, എല്ലാ പുതിയ ക്ലാസ്സുകളും, അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും എല്ലാം നമുക്ക് ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. HSAയുടെ HSSTയുടെയും ക്ലാസ്സുകൾ എൻട്രിയിൽ റണ്ണിംഗ് ആണ്. ആ വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ഡീറ്റെയിൽസും, ഫീസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കോഴ്സിൻ്റെ ഭാഗമാവുക, പഠിച്ചു തുടങ്ങുക. ഇനി സമയമില്ല, ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. എല്ലാ ആശംസകളും. വീണ്ടും കാണാം.